കുണിയയിൽ ഞാനൊരു കല്യാണ വീട്ടിലാണ്. നമ്മുടെ ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ മാത്രം മാറി മഞ്ഞയുടെ ഒരു കല്യാണമാണ്. ഞാനിവിടെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളും തിരക്കും വാഹനവും ഗതാഗത സ്തംഭനവും ഒക്കെയായി നമ്മുടെ സമ്മേളനം ഇങ്ങനെ നടക്കുമ്പോൾ പോലും മഞ്ഞയുടെ കല്യാണത്തിനും അതിൻ്റെ ആരവത്തിനും ഒരു കോട്ടവും ഈ സമ്മേളനം കൊണ്ട് സംഭവിച്ചില്ല എന്ന സന്തോഷം അവർ ഞങ്ങളുമായി പങ്കുവച്ചപ്പോൾ അവരെ ഒന്ന് കാണിക്കണമെന്നും അവരുമായിട്ട് സംസാരിക്കണമെന്നും തോന്നിയത് കൊണ്ടാണ് ഞാൻ മഞ്ഞയുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. അവരുടെ മുഹൂർത്തം അല്പസമയം കഴിഞ്ഞാൽ നടക്കും. അതിന് തൊട്ട് മുൻപാണ്, രാവിലെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് മഞ്ഞയെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. വലിയ റിസപ്ഷൻ തന്നെ കഴിഞ്ഞ 2 രാത്രികളിലായിട്ട് ഈ വീട്ടിൽ നടന്നു. പക്ഷേ ഇവർക്കൊന്നും അതുകൊണ്ടൊരു പ്രശ്നമോ പ്രയാസമോ ഉണ്ടായില്ല എന്നവർ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അത് നമ്മുടെ ഒരു അച്ചടക്കത്തിൻ്റെയും നമ്മുടെ സിസ്റ്റം ഒരുക്കിയതിൻ്റെയും ഒക്കെ ഒരു തെളിവായിട്ട് കൂടി നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നമുക്ക് ഇവിടുത്തെ മഞ്ഞയും അവിടുത്തെ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. മഞ്ഞ, ആശംസകൾ. ഇന്ന് കല്യാണം നടക്കാന്നല്ലേ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. നല്ല വിശേഷം. പഠിക്കാന്നോ? പഠിക്കാം. എന്താ പഠിക്കുന്നത്? അക്കൗണ്ടിങ്. എവിടെയാണ്? ശങ്കരാചാര്യയിൽ. ഓക്കെ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതും നിങ്ങളെ കണ്ടതുമൊക്കെ നമ്മുടെ വലിയൊരു സമ്മേളനം തൊട്ടപ്പുറത്ത് നിങ്ങളുടെ വീടിനോട് ചേർന്ന് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഒരു കല്യാണം ഇവിടെ നടക്കുമ്പം നിങ്ങൾക്കൊരു പ്രയാസം വരുമോ എന്നുള്ളതൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ ഗസ്റ്റുകൾക്കൊക്കെ വരുന്നതിനോ ഒക്കെ പ്രയാസമൊക്കെ നേരിട്ടോ? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള എല്ലാ ഇതും ഒരുക്കിയിട്ടുണ്ട്. വരൻ എന്ത് ചെയ്യുന്നു? ആള് ബാങ്കിൽ, ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യാന്ന്. മുഹൂർത്തം ആവാനായി. 10 മണിക്ക് 10:30 എടുത്ത് പുറപ്പെടുന്നത്. ഒരു ആശങ്ക ഉണ്ടായിരുന്നോ സമ്മേളനം വരുമ്പോൾ ഇത്രയും ആളുകളൊക്കെ വരുന്നൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്? എല്ലാവരും പറഞ്ഞു, നമ്മൾ സഹകരിച്ച് വരുന്ന അറിഞ്ഞില്ല. നമുക്ക് വണ്ടി പോകുന്ന അങ്ങനത്തെ ബ്ലോക്കിന്റെ ഇതൊന്നും ഉണ്ടാവില്ല, അതിന് പറയുന്ന സംവിധാനം അവർ ചെയ്യുന്നറിഞ്ഞു. അവർ സംഘാടകരെ അറിയിച്ചിരുന്നു അല്ലേ? ഒരു ആശങ്ക ഉണ്ടായിരുന്നോ നേരത്തെ സമ്മേളനവും കല്യാണമൊക്കെ ഒരേ ഡേറ്റിന് വരുമ്പോൾ? ചെറിയൊരു ബ്ലോക്കിന്റെ ആ ഒരു ഇത് പ്രശ്നങ്ങളേ ഉണ്ടായിട്ടും വേറൊന്നും പിന്നെ ഒരു ആൾക്കാരിലിങ്ങനെ സമ്മേളനം നടക്കുന്ന ഒരു ഇതായല്ല. അതിന്റെ ഭാഗമായിട്ട് ക്യാമ്പിലൊക്കെ പോയിരുന്നോ? സമ്മേളനം പോയി ഉള്ളിൽ കയറിയില്ല, അതിന്റെ റോഡ് കറക്കുന്ന ഉള്ളു കറക്കി വന്നു. അമ്മ എന്ത് പറയുന്നു? സന്തോഷം. പേടിയുണ്ടായിരുന്നു നമ്മുടെ ഒരു വലിയ ആൾക്കൂട്ടം വരുന്നൊക്കെ കേട്ടപ്പോൾ? ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പരിപാടിയുടെ വെച്ചതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രാമത്തിൽ പിന്നെ ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളുമോ എന്നെല്ലാം ആദ്യം ചിന്തിച്ചിരുന്നു. പക്ഷേ അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ അവർ ചെയ്തു. അത്രയോ 500 ഏക്കറോളം സ്ഥലം അതിനായിട്ട് ഉപയോഗിച്ചു. സമസ്തക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടുത്തെ വാർഡ് മെമ്പറും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു, ഇത്രയും വലിയൊരു സമ്മേളനം ഇവിടെ നടക്കുന്നു, ആൾക്കൂട്ടം വാഹനം ഒക്കെ വരുമ്പം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുമോ? ഒരു കല്യാണമാണല്ലോ, കാരണം നിങ്ങൾക്കും ഗസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ബുദ്ധിമുട്ട് വളണ്ടിയേഴ്സ് നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്നു. പിന്നെ അതിനേക്കാൾ കൂടെ അഭിമാനം, ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത് അത് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്, ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് നാട്ടുകാരുടെ. പിന്നെ ഇത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും പിന്നെ ആൾക്കാരുടെ ബന്ധങ്ങളും ഒരുപാട് ലക്ഷദ്വീപിൽ നിന്നൊക്കെ വന്നവരുടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവരോടൊക്കെ സംസാരിക്കാനും കൂട്ടുകൂടാനും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മലേഷ്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അവരുമായിട്ട് നല്ല സ്നേഹങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ വലിയൊരു ഭാഗ്യമായിട്ട് കാണും. ഇത്ര വലിയൊരു അന്താരാഷ്ട്ര സമ്മേളനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടന്നത് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ്. ഇല്ല, സംസ്ഥയ്ക്ക് നല്ല നന്ദി. ഇപ്പോൾ സംസ്ഥ പരിപാടിക്ക് വേണ്ടി ദുബൈയിൽ നിന്ന് UAE സത്യം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? സമ്മേളനം ഒന്ന് കാണാം, കല്യാണം കൂടാം. സമ്മേളനം നടക്കുന്നുണ്ട് അറിഞ്ഞായിരുന്നു. 2-3 ദിവസമായിട്ട് നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ ഇത്ര വലിയൊരു പരിപാടി. എല്ലാവിധ ആശംസകൾ ഈ സമ്മേളനത്തിനും ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങളും പുറമേ നിന്ന് ഇവിടെ ഗ്രാമത്തിലേക്ക് വന്ന ആളുകളാണ്. ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങളെ സ്വീകരിച്ചത് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളും ഇവിടുത്തെ നാട്ടുകാരാണ്. ഈ നാട്ടുകാരുടെ ആ ഒരു സഹകരണ മനോഭാവം ഞങ്ങളെയും വല്ലാതെ ഹഠാതെ ആകർഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണാം.